ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനി അമേരിക്ക എന്നല്ല ലോകത്തുള്ള ഒരു ശക്തി മുൻകൈ എടുക്കാനുള്ള സാധ്യത കുറവാണ്. റഷ്യ മനസ്സുണ്ടെങ്കിൽ അവസാനിപ്പിക്കും. ചിലപ്പോൾ ഉക്രൈൻ പിടിച്ചെടുത്തെന്നും ഇരിക്കും. ആര് ചോദിക്കാൻ എന്നാണ് വ്ളാഡിമിർ പുടിൻ ചോദിക്കുന്നത്. തെമ്മാടിത്തരം കാണിക്കുന്ന വ്ളോഡിമിർ സെലൻസ്കിയുടെ കട്ടയും പടവും മടക്കാൻ അറിയാഞ്ഞിട്ടല്ല. കീവും കാർക്കീവും ഒക്കെ റഷ്യയുടെ കാൽപാദത്തിനടിയിൽ വരുന്ന ദിവസം വളരെ വിദൂരമല്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയായിരുന്നോ സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത്, അതേ പ്രതാപത്തോടെ തിരിച്ചു കൊണ്ടുവരാനാണ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ മുട്ടാൻ നിൽക്കല്ലേ എന്ന് വീണ്ടും വീണ്ടും വാണിംഗ് കൊടുത്തിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. അതെ, അറബ് സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ് ഇസ്രയേലിൻ്റെ ചെയ്തികൾക്കെതിരെ. ഇത് റഷ്യ കൃത്യമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു. റഷ്യക്ക് അതിന് ഉള്ള അർഹതയുമുണ്ട്. കാരണം കുറേ ദിവസമായി എണ്ണ ഉപരോധം ഉൾപ്പെടെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ബ്രിക്സ് നാണയമിറക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും കൃത്യമായി റഷ്യ പറയുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരേ വ്യാപാര രീതിയിലേക്ക്, വ്യാപാരത്തിന് വേണ്ടി ഡോളറിന് പകരം ബ്രിക്സ് നാണയം തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെടുപ്പിക്കാനാണ് കൃത്യമായി റഷ്യ ശ്രമിക്കുന്നത്. റഷ്യയും ചൈനയും എല്ലാം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ വളരെ വിദൂരമല്ലാതെ അമേരിക്കയുടെ പല തന്ത്രങ്ങളും പൊട്ടിപ്പൊളിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ യഥാർത്ഥ കളി കളിക്കാൻ പോകുന്നത് റഷ്യയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള വിദേശ തന്ത്രങ്ങൾ തന്നെയായിരിക്കും. കാരണം യൂറോപ്യൻ യൂണിയൻ ഇനി അണുവിട ചലിക്കാൻ കഴിയാത്ത രീതിയിൽ റഷ്യ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. റഷ്യക്ക് ഇറാന്റെ വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട്. ഇറാനും അതേ രീതി തന്നെയാണ്. റഷ്യ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇറാന്റെ പോർട്ടുകളിൽ നടത്താൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വളരെ സിമ്പിളാണ് ലക്ഷ്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം, റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വെല്ലുവിളി എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുട്ടാത്തർക്കം പറയുന്ന അമേരിക്കയുടെ നയങ്ങളാണ്. അങ്ങനെ താരിഫ് ഏർപ്പെടുത്തി അമേരിക്ക മറ്റ് പല രാജ്യങ്ങളെയും വിലക്കുകയാണ് റഷ്യയെ സാമ്പത്തികപരമായി ഞെരുക്കിക്കളയാൻ. എന്തിനാണ്? ഉക്രൈനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് വിലപേശാൻ. ആ നെഗോസിയേഷൻ ഒന്നും ഇനി പുടിൻ്റെ മുമ്പിൽ ചെലവാകില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ നീക്കം നടത്താൻ പോകുന്നത്. നമ്മൾ കണ്ടതാണ് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിനോട് പോയി പണി നോക്കാനാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം എന്നെ മോസ്കോയിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന്. മോസ്കോയിൽ വന്നാലും ഡൊണാൾഡ് ട്രംപിന് ഒരു ചായ മാത്രം ചിലപ്പോൾ കടുപ്പത്തിൽ ഇട്ട് കൊടുക്കുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയിൽ നിന്നും അമേരിക്കയോ ഡൊണാൾഡ് ട്രംപോ യാതൊരുവിധ വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട, ഒരു കോംപ്രമൈസിനും താല്പര്യമില്ല, നോ കോംപ്രമൈസ് അറ്റ് ഓൾ എന്ന് വ്ളാഡിമിർ പുടിൻ അണുവിട വ്യതിചലിക്കാതെ പറയുകയാണ്. പണ്ട് മിഖായിൽ ഗോർബച്ചേവ് റഷ്യയെ പിളർത്തി സോവിയറ്റ് യൂണിയനെ പിളർത്തിയ കാലമൊക്കെ അങ്ങ് പണ്ട്. യൂറോപ്യൻ യൂണിയനെ വേണ്ടി വന്നാൽ പിച്ചിക്കിറാൻ കഴിവുള്ള രീതിയിൽ പ്രാപ്തിയും ആർജവും വ്ളാഡിമിർ പുടിൻ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്ന ചരിത്ര നിമിഷമാണിത്.